വെൽക്കം ടു മാത്സ്യോൺ. HSST മാത്തമാറ്റിക്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ വീഡിയോയിൽ 484/2019 എന്നുള്ള HSST എക്സാമിൻ്റെ മൊഡ്യൂൾ 9 ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈ ടോപ്പിക്കുകളുടെ ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കറിയാം മെയ് 5 നമ്മുടെ HSST മാത്സ് എക്സാം വന്നിട്ടുള്ളത്. സോ 30 ഡേയ്സ് ടെസ്റ്റ് സീരീസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. HSSTയുടെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ള മാത്സ്യോണിൻ്റെ ടെസ്റ്റ് സീരീസ് ബാച്ച് മാർച്ച് 25 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. 2 ബാച്ചുകൾ ആയിട്ടാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സ്ട്രാ മൈൽ ബാച്ചും അതുപോലെ സ്പ്രിന്റ് ബാച്ചും. ഓക്കെ, എക്സ്ട്രാ മൈൽ ബാച്ചിൽ 30 ഡേയ്സ് എക്സാം വിത്ത് ഡീറ്റെയിൽഡ് വീഡിയോ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ മെൻറ്റർ സപ്പോർട്ടുകൾ, നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ള മെൻറ്റർ സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനി സ്പ്രിന്റ് ബാച്ച് ആണെങ്കിൽ ഇതുപോലെ തന്നെ 30 ഡേയ്സ് എക്സാം ആണ്. സൊല്യൂഷന് പകരം നിങ്ങൾക്ക് ആൻസർ കീ ആണ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റും അതിന് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ mathsion.in എന്നുള്ള വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ കംപ്ലീറ്റ് ഇന്റഗ്രൽ ഓഫ് z² ഈക്വൽ ടു PQXY. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ z² = PQXY എന്നുള്ളതാണ് അല്ലേ, തന്നിട്ടുള്ള PD. ഓക്കെ, അപ്പോൾ ഇവിടെ P എന്ന് പറഞ്ഞാൽ എന്താ? P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ∂z/∂x ആണ്. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ∂z/∂y ആണ്. ഓക്കെ, സോ ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇത് എന്ത് ഫോമിലുള്ളതാണ്? ഇത് നോൺ ലീനിയർ ആണ് അല്ലേ. z² ഉണ്ട്, P × Q × X × Y ആണ്. സോ ഇത് നോൺ ലീനിയർ PD ആണ്. ഓക്കെ, അപ്പോൾ നോൺ ലീനിയർ ഫസ്റ്റ് ഓർഡർ PDന്റെ സൊല്യൂഷൻ നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് ചാർപിറ്റ്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ചാർപിറ്റ്സ് മെത്തേഡിൻ്റെ ഒരുപാട് പർട്ടിക്കുലർ കേസുകളുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു പർട്ടിക്കുലർ കേസിലും വരുന്ന ഒരു ഇക്വേഷൻ അല്ല ഇത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഒന്നെങ്കിൽ ചാർപിറ്റ്സിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതി നിങ്ങൾ സോൾവ് ചെയ്യണം. പക്ഷെ നമുക്കറിയാതെ കുറച്ച് വലിയ ലെങ്തി ആയിട്ടുള്ളൊരു ഇക്വേഷനുമാണ്. സോൾവ് ചെയ്യാൻ എപ്പോഴും എളുപ്പമായിരിക്കണം എന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളൊരു സ്പെഷ്യൽ കേസിലല്ല നോൺ ലീനിയർ PD തന്നിട്ടുള്ളതെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷനിൽ നിന്ന് ആൻസറിലേക്ക് പോവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ഓപ്ഷൻ എടുക്കുക, എന്നിട്ട് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എ എന്ന് പറഞ്ഞത് എന്താണ്? z = x⁴ a, z = x⁴ a y⁴b ആണ് അല്ലേ. അപ്പോൾ z² എന്ന് പറഞ്ഞാൽ എന്താ? x⁴a ഹോൾ സ്ക്വയർ, അതായത് x⁴2a y⁴2b. ഓക്കെ, ഇതാണ് z². ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം? PQXY ആണ് അല്ലേ. ഇപ്പോൾ z = x⁴a y⁴b ആണെങ്കിൽ P എന്ന് പറഞ്ഞാൽ എന്താ? ∂z/∂x അല്ലേ. സോ ഇതിനെ വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ax⁴a - 1 × y⁴b എന്ന് വരും. ഓക്കെ, ഇനി Q എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് കിട്ടും? x⁴a × b y⁴b - 1 എന്ന് വരും. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? ഇനി ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് PQXY എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? P എന്ന് പറയുന്നത് എന്താണ്? ax⁴a x⁴a - 1 y⁴b ഇൻറ്റു Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? b × x⁴a × y⁴b - 1 ഇൻറ്റു xy അല്ലേ, x × y. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഇവിടെ കോൺസ്റ്റൻസ് എയും ബിയും ഉണ്ട്, ഞാൻ AB എന്ന് എഴുതും. x⁴a - 1 ഇൻറ്റു x, അപ്പോൾ x⁴a ആയി, ഇൻറ്റു x⁴a, ദാറ്റ് ഈസ് x⁴2a. ഇതുപോലെ y⁴b ഉണ്ട്, y⁴b - 1 ഇൻറ്റു y⁴1 എന്ന് പറഞ്ഞാൽ y⁴b ആയി. സോ y⁴b ഇൻറ്റു y⁴b y⁴2b. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? PQXY എന്ന് പറയുന്നത് AB × x⁴2a ഇൻറ്റു x⁴2y എന്നാണ് അല്ലേ. അപ്പോൾ z² എന്ന് പറഞ്ഞാൽ x⁴2a ഇൻറ്റു x⁴2b ആണ്. പക്ഷെ ഇവിടെ AB എക്സ്ട്രാ ഉണ്ട്. ഓക്കെ, സോ z² നോട്ട് ഈക്വൽ ടു എന്ത് കിട്ടി? PQXY എന്ന് കിട്ടി. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇത് ട്രൂ ആവും എപ്പോൾ AB = 1 ആവുമ്പോൾ മാത്രം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. ബി ഓപ്ഷൻ. ബി ഓപ്ഷനിൽ എന്താണ്? z = x⁴a എന്നാണുള്ളത് അല്ലേ. സോ z² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? z² = x⁴2 y⁴2a എന്ന് വരും. ഓക്കെ, ഇനി P എന്ന് പറഞ്ഞാൽ എന്ത് വരും? ∂z/∂x. ഇതിനെ വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് കിട്ടും? ഇവിടെ എക്സ് പോവും, y⁴a എന്ന് വരും. ഓക്കെ, ഇനി Q എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? വിത്ത് റെസ്പെക്ട് y ഡിഫറൻഷിയേറ്റ് ചെയ്താൽ a × x y⁴a - 1 എന്ന് വരും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെയുള്ള PQXY അല്ലേ, PQXY = എന്ത് കിട്ടും? P എന്ന് പറയുന്നത് y⁴a ×
ക്യൂ എന്ന് പറയുന്നത് എ എക്സ് വൈ പവർ എ മൈനസ് വൺ ഇൻറ്റു എന്താണ് എക്സ് വൈ അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? എ ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ വൈ പവർ എ മൈനസ് വൺ ഇൻറ്റു വൈ പവർ എ ഇൻറ്റു വൈ പവർ എ എന്ന് പറഞ്ഞാൽ വൈ പവർ 2a എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, എ ഇൻറ്റു എക്സ് സ്ക്വയർ വൈ പവർ 2a എന്നാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ സെറ്റ് സ്ക്വയർ ഉള്ളത് എന്താണ്? എക്സ് സ്ക്വയർ ഇൻറ്റു വൈ പവർ 2a എന്നാണുള്ളത് അല്ലേ. സോ ഇത് രണ്ടും ഈക്വൽ അല്ല. ഇവിടെ ഇത് രണ്ടും ഈക്വൽ ആവണമെങ്കിൽ എന്താവണം? എ ഈക്വൽ ടു 1 ആണ് അല്ലേ. സോ സെഡ് സ്ക്വയർ നോട്ട് ഈക്വൽ ടു പി ക്യു എക്സ് വൈ എന്ന് കിട്ടി. ഓക്കെ, സോ നമുക്ക് ബി ഓപ്ഷനും റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സി ഓപ്ഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നു. സി ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സെഡ് ഈക്വൽ ടു ബി എക്സ് പവർ എ വൈ പവർ 1/a. ഓക്കെ, അപ്പോൾ സെറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ബി സ്ക്വയർ എക്സ് പവർ 2a വൈ പവർ 2/a എന്ന് കിട്ടും. ഓക്കെ, ഇനി പി എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽ സെഡ് ബൈ ഡെൽ എക്സ്. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് കിട്ടും? എക്സിന്റെ എക്സ് പവർ എന്റെ ഡെറിവേറ്റീവ് എ എക്സ് പവർ എ മൈനസ് വൺ അല്ലേ. സോ എ ബി എക്സ് പവർ എ മൈനസ് വൺ വൈ പവർ 1/a എന്ന് വരും. ഓക്കെ, ഇനി ക്യൂ എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമ്മൾ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താ വരിക? ബി അവിടെ തന്നെ ഉണ്ട്, എക്സ് പവർ എ ഉണ്ട്, 1/a ഇൻറ്റു വൈ പവർ 1/a മൈനസ് വൺ വരും അല്ലേ. സോ 1/a മൈനസ് വൺ തന്നെ ഞാൻ ഇവിടെ എഴുതുന്നു. ഓക്കെ, സോ ഇതാണ് പി ക്യൂ വരിക. ഓക്കെ, അപ്പം നമുക്ക് എന്ത് നോക്കണം? പി ക്യൂ എക്സ് വൈ ഈക്വൽ ടു ഇത് കിട്ടും. പി എന്ന് പറയുന്നത് എ ബി എക്സ് പവർ എ മൈനസ് വൺ വൈ പവർ 1/a. ക്യൂ എന്ന് പറയുന്നത് ബി എക്സ് പവർ എ 1/a വൈ പവർ 1/a മൈനസ് വൺ ഇൻറ്റു എക്സ് ഇൻറ്റു വൈ. ഓക്കെ, സോ നോക്കാം, ഇവിടെ ഒരു എ ഉണ്ട്, 1/a ഉണ്ട്, ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. പിന്നെ ബി ഉണ്ട്, ബി. സോ ഈക്വൽ ടു എന്ത് കിട്ടും? ബി സ്ക്വയർ. ഓക്കെ, ഇനി എക്സ് പവർ എ മൈനസ് വണ്ണ് ഇൻറ്റു എക്സ്. അപ്പോൾ എന്ത് കിട്ടും? എക്സ് പവർ എ മൈനസ് വൺ ഇൻറ്റു എക്സ് എടുക്കുമ്പോൾ എക്സ് പവർ എ ഇൻറ്റു എക്സ് പവർ എ എന്ത് കിട്ടും? ഇത് ബി സ്ക്വയർ ആണേ. അപ്പോൾ നമുക്ക് കിട്ടിയത് ബി സ്ക്വയർ എക്സ് പവർ എ മൈനസ് വണ്ണ് എക്സ് പവർ എ എക്സ്, സോ എക്സ് പവർ 2a വരും. വൈ പവർ 1/a വൈ പവർ 1/a മൈനസ് വൺ ഇൻറ്റു വൈ പവർ 1 അല്ലേ. അപ്പോൾ ഈ 1ഉം മൈനസ് 1ഉം ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ വൈ പവർ 1/a ഇൻറ്റു വൈ പവർ 1/a എന്ത് കിട്ടും? വൈ പവർ 2/a എന്ന് കിട്ടും. ഓക്കെ, സോ നോക്കൂ, പി ക്യൂ എക്സ് വൈ ഈക്വൽ ടു ഇവിടെ എന്ത് കിട്ടി? അത് ബി സ്ക്വയർ എക്സ് പവർ 2a വൈ പവർ 2/a. അത് തന്നെയല്ലേ ഇവിടെയുള്ള സെറ്റ് സ്ക്വയറും ഈക്വൽ ടു സെറ്റ് സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, സോ നമുക്ക് തന്നിട്ടുള്ള ഈ സി ഓപ്ഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യും. സോ ആൻസർ സി ആണ് വരിക. സിമിലർലി നിങ്ങൾക്ക് ഡിയും ചെക്ക് ചെയ്യാം. ഡി ഇത് സാറ്റിസ്ഫൈ ചെയ്യില്ല എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എ കംപ്ലീറ്റ് സൊല്യൂഷൻ ഓഫ് ദ പി ഡി ഡെൽ സെഡ് ബൈ ഡെൽ എക്സ് മൈനസ് 3x സ്ക്വയർ ഈക്വൽ ടു ഡെൽ സെഡ് ബൈ ഡെൽ വൈ ഹോൾ സ്ക്വയർ മൈനസ് വൈ. ഓക്കെ, സോ ഞാൻ ഇതിനെ എങ്ങനെ മാറ്റിയിരുന്നു? ഡെൽ സെഡ് ബൈ ഡെൽ എക്സിന് പി എന്ന് കൊടുക്കുന്നു. അപ്പോൾ പി മൈനസ് 3x സ്ക്വയർ ഈക്വൽ ടു ഡെൽ സെഡ് ബൈ ഡെൽ വൈക്ക് ക്യൂ കൊടുക്കുന്നു. സോ ക്യൂ സ്ക്വയർ മൈനസ് വൈ നിട്ട്. ഓക്കെ, സോ ഇത് ഏത് ഫോമിലാണെന്ന് നോക്കൂ. ഇത് നോൺ ലീനിയർ ആണ് നമുക്കറിയാം. ആൻഡ് ഇതിന്റെ ഫോം എന്താ? ഇവിടെ ഉള്ളത് സം ഫംഗ്ഷൻ ഓഫ് എക്സ് കോമ പി ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് വൈ കോമ ക്യൂ എന്നുള്ള ഫോമിലാണുള്ളത് അല്ലേ. സോ ഇത് സെപ്പറബിൾ ഫോമിലാണുള്ളത്. ഇങ്ങനെയാണ് ഉള്ളതെങ്കിൽ നമുക്കറിയാം എന്താ ചെയ്യേണ്ടത്? നമ്മൾ എഫ് ഓഫ് എക്സ് കോമ പി ഈക്വൽ ടു എ കൊടുക്കും. അതുപോലെ ജി ഓഫ് വൈ കോമ ക്യൂ ഈക്വൽ ടു എ കൊടുക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് കോമ പി ഈക്വൽ ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവിടെ ഉള്ളത്? എഫ് ഓഫ് എക്സ് കോമ പി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളത് അല്ലേ. സോ പി മൈനസ് 3x സ്ക്വയർ ഈക്വൽ ടു എ എന്ന് കിട്ടും അല്ലേ. വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടും? എനിക്ക് പി ഈക്വൽ ടു എ പ്ലസ് 3x സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ഇനി ജി ഓഫ് വൈ കോമ ക്യൂ ഈക്വൽ ടു എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്യൂ സ്ക്വയർ മൈനസ് വൈ ഈക്വൽ ടു എ എന്ന് കിട്ടും. ക്യൂ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ പ്ലസ് വൈ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ പിയും ക്യൂവും നമുക്ക് കിട്ടി. സോ നമുക്ക് എന്താ അറിയാം? ഡി സെഡ് അല്ലേ. ഡി സെഡ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ആണ് അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? എ പ്ലസ് 3x സ്ക്വയർ ഡി എക്സ് പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് എ പ്ലസ് വൈ ഡി വൈ എന്ന് വരും. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു ഇനിയിപ്പം എന്ത് ചെയ്യുക? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഡി സെഡിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സെഡ്. ഓക്കെ, എ പ്ലസ് 3x സ്ക്വയർ ഡി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എ എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3 അല്ലേ. അപ്പോൾ 3 3 കട്ട് ചെയ്ത് പോകും, എക്സ് ക്യൂബ് പ്ലസ് ഇനി അടുത്ത് എന്താണ്? എ പ്ലസ് വൈ സ്ക്വയർ റൂട്ട് ഓഫ് എ പ്ലസ് വൈ അല്ലേ. എന്ന് വെച്ചാൽ എന്താ? എ പ്ലസ് വൈ ഹോൾ പവർ 1/2 എന്ന് വരും. അപ്പോൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 2/3
എ പ്ലസ് വൈ ഹോൾ റേസ് ടു 1/2 പ്ലസ് 1 ദാറ്റ് ഈസ് 3/2 അല്ലെ 3/2 എന്നുള്ള വരും പ്ലസ് ഒരു കോൺസ്റ്റന്റ് ബി എന്നുള്ള ഫോമിൽ വരും. ഓക്കെ, സോ ആൻസർ എന്താ കിട്ടിയത്? എ എക്സ് പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് 2/3 എ പ്ലസ് വൈ ഹോൾ പവർ 3/2 പ്ലസ് ബി എന്ന് വരും. ഓക്കെ, സോ ഓപ്ഷൻ നോക്കൂ ബി ആണ് അല്ലെ, എ എക്സ് പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് 2/3 എ പ്ലസ് വൈ ഹോൾ പവർ 3/2 പ്ലസ് ബി. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, അപ്പൊ ഇവിടെ ചാർപിറ്റ്സ് മെത്തേഡിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആണ് ഇത്, സെപ്പറബിൾ ഫോം എന്നുള്ളത് അല്ലെ. സോ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ജനറൽ സൊല്യൂഷൻ ഓഫ് ദ പി ഡി ഇ വൈ സ്ക്വയർ പി മൈനസ് എക്സ് വൈ ക്യൂ ഈക്വൽ ടു എക്സ് ഇൻറ്റു സെഡ് മൈനസ് 2y. ഓക്കെ, അപ്പൊ ഇത് എന്ത് ഫോമിലാണ് ഉള്ളത് നോക്കൂ. ഇത് പി ഓഫ് എക്സ് വൈ സെഡ് ഇൻറ്റു സ്മോൾ പി ഡെൽ സെഡ് ബൈ ഡെൽ എക്സ് മൈനസ് ക്യൂ ഓഫ് എക്സ് വൈ സെഡ് ഇൻറ്റു ക്യൂ ഈക്വൽ ടു ആർ ഓഫ് എക്സ് വൈ സെഡ് എന്നുള്ള ഫോമിലാണുള്ളത് അല്ലേ. സോ ഇതൊരു ക്വാസി ലീനിയർ പി ഡി ആണ്. സോ നമ്മളിങ്ങനെ എഴുതുന്ന പി പി പ്ലസ് ക്യൂ ക്യൂ ഈക്വൽ ടു ആർ എന്നുള്ള ഫോമിലാണെങ്കിൽ, ക്വാസി ലീനിയർ പി ഡി ആണെങ്കിൽ നമ്മൾ ലെഗ്രാഞ്ചെ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യുക. സോ ലെഗ്രാഞ്ചെ ഓക്സിലറി ഇക്വേഷൻ എന്താ? ഡി എക്സ് ബൈ പി ഈക്വൽ ടു ഡി വൈ ബൈ ക്യൂ ഈക്വൽ ടു ഡി സെഡ് ബൈ ആർ അല്ലേ. അതെന്തായിട്ട് മാറും? ഇവിടെ ഡി എക്സ് ഡിവൈഡ് ബൈ പി എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഉള്ളത് സ്മോൾ പിയുടെ കോയിഫിഷ്യന്റ് അതെന്താണ്? വൈ സ്ക്വയർ ഈക്വൽ ടു ഡി വൈ ഡിവൈഡ് ബൈ ക്യൂവിന്റെ കോയിഫിഷ്യന്റ് അതെന്താ? മൈനസ് എക്സ് വൈ അല്ലെ, ഈക്വൽ ടു ഡി സെഡ് ഡിവൈഡ് ബൈ ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഇത് എക്സ് ഇൻറ്റു സെഡ് മൈനസ് 2y എന്ന് വരും. ഓക്കെ, സോ നമ്മൾ ഇതിൽ രണ്ടെണ്ണം എടുക്കുന്നു. ഡി എക്സ് ഡിവൈഡ് ബൈ വൈ സ്ക്വയർ ഈക്വൽ ടു ഡി വൈ ഡിവൈഡ് ബൈ മൈനസ് എക്സ് വൈ അല്ലേ. സോ ഇവിടുന്ന് ഒരു വൈയും ഇവിടുന്ന് ഒരു വൈയും കട്ട് ചെയ്ത് പോകും. ഇപ്പൊ ഡി എക്സ് ബൈ വൈ ഈക്വൽ ടു ഡി വൈ ബൈ മൈനസ് എക്സ്. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്ത് കിട്ടും? മൈനസ് എക്സ് ഡി എക്സ് ഈക്വൽ ടു വൈ ഡി വൈ എന്ന് വരും. സോ ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എക്സ് ഡി എക്സ് പ്ലസ് വൈ ഡി വൈ ഈക്വൽ ടു 0. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് വൈ സ്ക്വയർ ബൈ 2 ഈക്വൽ ടു സം കോൺസ്റ്റന്റ് C1 ഡാഷ് എന്ന് കിട്ടും. ഈ 2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു C1 എന്ന് കിട്ടും. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ഒന്നാമത്തെ സൊല്യൂഷൻ. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു C1. പിന്നെ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കൂ. ഇതിൽ എവിടെയാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഉള്ളത്? ഒന്നാമത്തെ ഓപ്ഷനിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഉണ്ട്. രണ്ടാമത്തിൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും വൈ സ്ക്വയർ പ്ലസ് വൈ സെഡും ആണ്. അപ്പൊ ഇതല്ല. എക്സ് വൈ വൈ സെഡ് ആണ്. ഇതല്ല. എക്സ് പ്ലസ് വൈ ബി എക്സ് മൈനസ് സെഡ് ഇതുമല്ല. സോ ഓപ്ഷൻ എ ആയിരിക്കും ഇവിടെ കറക്റ്റ് വരിക. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സൊല്യൂഷനും കൂടെ നമുക്കൊന്ന് നോക്കണം. അപ്പൊ രണ്ടാമത്തെ സൊല്യൂഷൻ ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. അപ്പൊ നമ്മൾ രണ്ടെണ്ണം ഇത് രണ്ടും മാത്രം എടുക്കുന്നു. ഡി വൈ ഡിവൈഡ് ബൈ എന്താണ്? മൈനസ് എക്സ് വൈ ഈക്വൽ ടു ഡി സെഡ് ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു സെഡ് മൈനസ് 2y അല്ലേ. സോ ഇവിടെ എക്സും കട്ട് ചെയ്ത് പോകും. സോ ഡി വൈ ബൈ മൈനസ് വൈ ഈക്വൽ ടു ഡി സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് 2y എന്ന് വരും അല്ലേ. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെഡ് മൈനസ് 2y ഡി വൈ ഈക്വൽ ടു മൈനസ് വൈ ഡി സെഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? സെഡ് ഡി വൈ മൈനസ് 2y ഡി വൈ ഈക്വൽ ടു മൈനസ് വൈ ഡി സെഡ്. ഓക്കെ, ഇനി ഇതിനിപ്പുറത്തേക്ക് കൊണ്ടിരുന്നു. ഇപ്പൊ സെഡ് ഡി വൈ പ്ലസ് വൈ ഡി സെഡ് ഈക്വൽ ടു എന്ത് കിട്ടും? 2y ഡി വൈ എന്ന് കിട്ടും. ഓക്കെ, ഇനി സെഡ് ഡി വൈ പ്ലസ് വൈ ഡി സെഡിനെ എങ്ങനെ എഴുതാം? ഡി ഓഫ് സെഡ് വൈ എന്ന് എഴുതാം അല്ലെ. ഡെറിവേറ്റീവ് ഓഫ് സെഡ് വൈ, സെഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ പ്ലസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെഡ്. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു കിട്ടും 2y ഡി വൈ എന്ന് കിട്ടും. ഇനി ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് കിട്ടും? സെഡ് വൈ ഈക്വൽ ടു 2y ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈ സ്ക്വയർ ഡിവൈഡ് ബൈ 2 അല്ലേ. അപ്പൊ 2 കട്ട് ചെയ്യുമ്പോൾ വൈ സ്ക്വയർ പ്ലസ് എന്ത് കിട്ടും? ഒരു കോൺസ്റ്റന്റ് C2 എന്നുള്ള ഫോമിൽ കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടും? ഇതിനിപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ C2 ഡാഷ് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് എന്ത് കിട്ടി? വൈ സ്ക്വയർ മൈനസ് സെഡ് വൈ ഈക്വൽ ടു C2 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ വൈ സ്ക്വയർ മൈനസ് സെഡ് വൈ ആയിരിക്കും രണ്ടാമത്തെ സൊല്യൂഷൻ. അത് തന്നെയാണ് ഇവിടെ ഉള്ളത് അല്ലേ. സോ ഓപ്ഷൻ എ ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു ടാൻ എക്സ് ഈക്വൽ ടു സീക്ക് എക്സ് അല്ലേ. സോ ഇതെന്ത് ഫോമിലുള്ള നോക്കൂ? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സം ഫംഗ്ഷൻ പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് എന്നുള്ള ഫോമിലുള്ള ഒരു ലീനിയർ പി ഡി ഫോമിലാണുള്ളത് അല്ലേ. സോ അങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ യൂസ് ചെയ്യും അല്ലേ. അപ്പൊ എന്താണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എഫ് ഈക്വൽ ടു ഇ പവർ ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് വൈ ഇൻറ്റു ഐ എഫ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ഇ ക്യൂ ആർ എച്ച് എസിലുള്ള ക്യൂ ഓഫ് എക്സ് ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി എക്സ് എന്നാണ് വരിക, പ്ലസ് കോൺസ്റ്റന്റ് എന്നുള്ള ഫോമിലായിരിക്കും വരിക. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? വൈ ഡാഷ് പ്ലസ് ടാൻ എക്സ്
y ഈക്വൽ ടു സീക്ക് എക്സ് എന്നാണുള്ളത്. അപ്പോൾ പി എന്ന് പറയുന്നത് എന്താണ്? ടാൻ എക്സ്. ക്യൂ എന്ന് പറഞ്ഞാൽ സീക്ക് എക്സ് അല്ലേ? പി ഓഫ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ്, ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു സീക്ക് എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ? ഇ പവർ ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് അല്ലെ? ദാറ്റ് ഇസ് ടാൻ എക്സ് ഡി എക്സ്. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ പവർ ഇന്റഗ്രൽ ടാൻ എക്സ് എന്താ? ലോഗ് സീക്ക് എക്സ് അല്ലെ? ലോഗ് സീക്ക് എക്സ് എന്ന് കിട്ടും. അപ്പൊ ഇ പവർ ലോഗ് സീക്ക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ലോഗും എക്സ്പോണൻഷ്യലും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ സീക്ക് എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്ക് എക്സ് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ എന്താ വരിക? y ഇൻറ്റു സീക്ക് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ക്യൂ ഓഫ് എക്സ്. ക്യൂ ഓഫ് എക്സ് എന്താ? സീക്ക് എക്സ് അല്ലെ? അപ്പൊ സീക്ക് എക്സ് ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ? സീക്ക് എക്സ് അല്ലെ? സീക്ക് എക്സ് ഡി എക്സ് എന്ന് വരും പ്ലസ് സി. ഓക്കെ, സോ y ഇൻറ്റു സീക്ക് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ എക്സ് അല്ലെ? ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് പ്ലസ് സി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ എന്താ വരിക? ടാൻ എക്സ് അല്ലെ? സോ ടാൻ എക്സ് പ്ലസ് സി എന്നാണ് വരിക. ഓക്കെ, ഇനിയിപ്പോ ഈ സീക്ക് എക്സിന് ഇപ്പുറത്തേക്ക് കൊണ്ടിരുന്നു. അപ്പൊ എന്ത് വരും? y ഈക്വൽ ടു ടാൻ എക്സ് ഡിവൈഡ് ബൈ സീക്ക് എക്സ് പ്ലസ് സി ഡിവൈഡ് ബൈ സീക്ക് എക്സ് എന്നുള്ള ഫോമിലാണ് വരിക. ഓക്കെ, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻ എക്സ് ഡിവൈഡഡ് ബൈ സീക്ക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാം? സൈൻ എക്സ് ആയിരിക്കും വരിക അല്ലെ? ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് എക്സ് ആണ്. സോ കോസ് എക്സ് കട്ട് ചെയ്ത് പോകും. സൈൻ എക്സ് പ്ലസ് സി ബൈ സീക്ക് എക്സ്. സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് എക്സ് ആണ്. സോ കോസ് എക്സ് എന്നുള്ളത് എന്ത് വരും? ന്യൂമറേറ്ററിലേക്ക് പോകും. സി കോസ് എക്സ് എന്ന് വരും. ഓക്കെ, അപ്പൊ y ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് സി കോസ് എക്സ് എന്നുള്ള ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് ലോഗ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2 ലോഗ് എക്സ് എന്നാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കറിയാം ഇതിനെ ആദ്യം നമ്മൾ ഏത് ഫോമിലേക്ക് മാറ്റണം? വൈ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് എന്നുള്ള ഫോമിലേക്ക് മാറ്റണം അല്ലെ? അപ്പൊ ഇവിടെ ഡി വൈ ബൈ ഡി എക്സിന്റെ കോയിഫിഷ്യന്റ് ആയിട്ട് എക്സ് ലോഗ് എക്സ് ഉണ്ട്. സോ ത്രൂ ഔട്ട് ഞാൻ എക്സ് ലോഗ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് വരും? ഡി വൈ ബൈ ഡി എക്സ്, സോറി ഡിവൈഡ് ചെയ്യുന്നു, ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് എന്ത് വരും? 1 ബൈ എക്സ് ലോഗ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 2 ലോഗ് എക്സ് ബൈ എക്സ് ലോഗ് എക്സ് അല്ലെ? അപ്പൊ ലോഗ് എക്സും കട്ട് ചെയ്ത് പോകും. 2 ബൈ എക്സ് എന്ന് കിട്ടും. ഇതായിരിക്കും നമ്മുടെ ഫോം വരും. അപ്പൊ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവിടെ ഉള്ളത്? 1 ബൈ എക്സ് ലോഗ് എക്സ് ആണ്. ഓക്കെ, അപ്പം ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഇ പവർ ഇന്റഗ്രൽ 1 ബൈ എക്സ് ലോഗ് എക്സ് ഡി എക്സ് എന്ന് വരും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ലോഗ് എക്സിന് ഞാൻ യു എന്ന് കൊടുക്കുന്നു. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ? 1 ബൈ എക്സ് ഡി എക്സ് അല്ലെ? 1 ബൈ എക്സ് ഡി എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? ഡി യു എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ഇന്റഗ്രൽ ഇ പവർ ഇന്റഗ്രൽ ഈ 1 ബൈ ലോഗ് എക്സിന് ഞാൻ യു എന്ന് കൊടുത്തു. 1 ബൈ എക്സിന് ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഡി യു ആയിട്ട് മാറും അല്ലെ? ഇപ്പൊ ഇന്റഗ്രൽ ഇ പവർ ഇന്റഗ്രൽ 1 ബൈ യു ഡി യു, ദാറ്റ് ഈസ് ഇ പവർ ലോഗ് യു എന്ന് വരും. സോ ഈ പവറും ലോഗും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ യു എന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു യു എന്ന് പറഞ്ഞാൽ എന്താ? ലോഗ് എക്സ് അല്ലെ? സോ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് കിട്ടുക? ലോഗ് എക്സ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കിട്ടുക. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ODE-PD ഫോമിലുള്ളത്. 1-2 ക്വസ്റ്റ്യൻസും ഉണ്ട്, പക്ഷെ ആ ക്വസ്റ്റ്യൻസിൽ മിസ്റ്റേക്കുകൾ ഉള്ളത് കൊണ്ട് ആ ക്വസ്റ്റ്യൻസ് ഞാൻ ഒമിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നമ്മൾ നമ്മുടെ വീഡിയോസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ്റെ വീഡിയോ നമ്മൾ സീരീസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ റെഗുലറായിട്ട് വീഡിയോസ് വരും. ഓക്കെ, താങ്ക് യു.